എടേ പൈലികളെ എന്തരാണ് നമ്മൾ ഈ കേട്ടിട്ടൊക്കെ അല്ലടേ ഉള്ളൂ. വെച്ച വടി സ്വന്തം കുണ്ടിക്ക് തന്നെ തിരിഞ്ഞു വന്ന് കൊള്ളുന്നത്. എന്നാ അതേപോലെ ഒരു അപൂർവ കാഴ്ചയാണ് ഈ കാണാൻ പോണ. എന്റെ പൊന്നോ, എമ്മാതിരി വെടിയാണ്. ആ ഓടി നടന്ന് വെടിവെച്ച് ആ വെടി മൊത്തം വന്ന് സ്വന്തം കുണ്ടിക്ക് അടിക്കുകയാണ്. കൊള്ളട്ട് കൊള്ളട്ട്, കണ്ടു നോക്ക് എന്താണ് സംഭവം. അത് ചിരിക്കരുത്, ചിരിച്ചാ കളി മാറും. കണ്ടിട്ട് പൊയ്ക്കോളി. വിശദമായ വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യമുന കോൺഗ്രസ് നേതാക്കളിലേക്ക് തിരിഞ്ഞതോടെ SITക്ക് എതിരെ UDF. അന്വേഷണ രീതിയിൽ സംശയമുണ്ടെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഹൈക്കോടതി നിയമിച്ച അന്വേഷണ സംഘം ആണെങ്കിലും ഉദ്യോഗസ്ഥർ സർക്കാരിന്റേതാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ. പോലീസ് ഇക്കാര്യത്തിൽ ആദ്യം മുതലേ ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമമാണ്. ഞങ്ങൾക്ക് ഹൈക്കോടതി പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ ഹൈക്കോടതി നിയമിച്ച SIT ആണെങ്കിലും SITയെ നിയന്ത്രിക്കാൻ സർക്കാർ പെടുന്ന പെടാപ്പാട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടെ കരുതലോടെ ഇരിക്കണം എന്നുള്ള കാര്യത്തിൽ ജനങ്ങളെല്ലാം ജാഗരൂകരാണ്. ഈ കാര്യത്തിൽ SIT മേൽ ശക്തമായ സമ്മർദ്ദമുള്ള തെളിവാണ് ഈ അന്വേഷണ രീതികൾ. അതില്ലെങ്കിൽ അതിൽ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത്രയൊന്നും ദിവസം എടുക്കേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് തന്നെ നെല്ലും പതിനും പൂർണ്ണമായിട്ടും തിരിച്ചറിയാമായിരുന്നു. അവരിങ്ങനെ എടേ എന്തരാണ് ഇവിടെ ആരും ഇല്ലേടേ ഇതൊന്നും പറഞ്ഞ് ചിരിക്കാൻ വേണ്ടിട്ട്? ലവന വിളി. ഏത് ഖത്തർ KMCC പൈസ കെട്ട അബ്ദുള്ള ഇല്ലേ, അവനെ വിളി. എന്റെ വാപ്പ മരിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല, എന്റെ ഉമ്മ മരിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ ഈ പാർട്ടിയുടെ പച്ചക്കൊടി തറയിലിട്ടപ്പോ ഞാൻ ചങ്ക് പൊട്ടി കരഞ്ഞു. അവനെ വിളി വിളി. ആനുകാലിക വിഷയങ്ങളിൽ പാട്ടെഴുതുന്ന അബ്ദുള്ളാനെ വിളി. അവന്റെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് വീണ്ടും ഒരു പാട്ടെഴുതാണ്ടെന്ന് പറ. എന്തൊക്കെയാ പറഞ്ഞത്? അടിപൊളിയാണ്. അവാർഡൊക്കെ കൊടുത്തല്ലേ. എന്തേ ഇപ്പൊ വെടി വന്ന് സ്വന്തം കുണ്ടിക്ക് കൊണ്ടപ്പം അന്വേഷണം പ്രശ്നമാണെന്നല്ലേ? ചായക്കടക്കാരാ, നിങ്ങളുടെ ചായയില് മധുരമില്ല. ആരാ സ്വർണം കട്ടത്? കോൺഗ്രസ്സുകാരാ സ്വർണം കട്ടത്, കോൺഗ്രസ്സുകാരാ സ്വർണം കട്ടത്. അയ്യപ്പന്റെ സ്വർണം കട്ടത് കോൺഗ്രസ്സാ, 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 ആ കോൺഗ്രസ്സാ. അയ്യപ്പന്റെ മുതല് കട്ടത് കോൺഗ്രസ്സാ, ആ കോൺഗ്രസ്സാ. അണ്ണാ എന്തരണ്ണ കുണ്ടിക്ക് വെടിപൊട്ടിയ അണ്ണ? നമ്മളെ മറ്റേ ശ്രീനിവാസേട്ടൻ പറയുന്നതാണ് ഓർമ്മ വരുന്നത്. എന്തായിരുന്നറിയാം? മാമാ കുണ്ടിക്കുള്ള ഗുണ്ടുപാഞ്ഞിருக்கு മാമാ. അതേ അവസ്ഥയാണ് ഇപ്പൊ അല്ലേ? എന്തൊക്കെ ആയിരുത്. പോറ്റീനെ കയറ്റിയതാര്, സ്വർണം കട്ടതാര്, അബ്ദുള്ളാടെ പാട്ട്, പിന്നെ എന്തൊക്കെ അതിൻ്റെ പൊന്നേ. ഇപ്പൊ കരയണ വെടിവന്ന് സ്വന്തം കുണ്ടിക്ക് കൊണ്ടാ. ആ ചോര വരുന്ന പിടിച്ചെന്നാ? ആരാ? കോൺഗ്രസ്സുകാരെ പിടിച്ചത്. ആ നല്ല കാര്യം. ലീഗുകാരില്ലാത്തത് ഭാഗ്യം. ലീഗുകാരുണ്ടെങ്കിൽ അയ്യപ്പ ഇരിക്കുന്ന ഫ്രീഡം വരെ അവന്മാർ അടിച്ചു പോയിട്ടുണ്ടാവും. കോൺഗ്രസ്സുകാർ മാത്രം അത് ഭയങ്കര ഭാഗ്യം എന്ന് പറയും. ലീഗുകാരില്ലാത്ത ഭാഗ്യം എങ്കിൽ അവിടെ അയ്യപ്പനെ തന്നെ കാണാൻ പറ്റൂല. അയ്യപ്പനെ വരെ അടിച്ചിട്ട് പോണ ടീമാണ് അവന്മാര്. എന്തായാലും സുഖങ്ങളല്ലേ. സ്വന്തം കുണ്ടിക്ക് വെടിപൊട്ടിയപ്പോ അണ്ണന് കരച്ചിൽ തുടങ്ങിയടാ. അന്വേഷണം ഇടതുപക്ഷം വഴിതിരിച്ചു വിടുകയാണ്. എങ്ങോട്ട്? തമ്പാനൂരിലേക്കോ, അതോ കിഴക്കേക്കോട്ടയിലേക്കോ, അതോ ചാക്കയിലേക്കോ? എങ്ങോട്ടാ അന്വേഷണം വഴിതിരിച്ചു വിടുന്ന അണ്ണ? ഗോപാല അണ്ണാ, നിങ്ങൾ ചൊറിഞ്ഞതേ തീക്കൊള്ളിയോടാ. ആരോട്? ഇടതുപക്ഷത്തിനോട്. പൂട്ടും, അടപടലം പൂട്ടും. ആ അത്രേ ഉള്ളൂ പറയാൻ. സുഖങ്ങളൊക്കെ അല്ലേ? എന്നാ ഒരു കാര്യം ചെയ്. നമ്മളെ കഴക്കൂട്ടത്ത് 2 ഹോസ്പിറ്റലുണ്ട്. ഒന്ന് മിഷൻ ഹോസ്പിറ്റൽ, ഒന്ന് AJ ഹോസ്പിറ്റൽ. ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആ കൊണ്ട വെടിയുണ്ടല്ലോ കുണ്ടീന്ന്, അതൊന്ന് എടുക്കാൻ നോക്ക്. നന്നായിരിക്കും. ശരിയണ്ണ. അയ്യോ, അബ്ദുള്ളാനെ ഒന്നുകൂടെ വിളിക്കണോ? ഒരു പാട്ട് കൂടെ പാടിയാലോ? അമ്മക്ക് പെട്ടെന്നാവട്ടെ.